നമസ്കാരം. SSC MTS എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. റീസണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മൾ ഈ പേര് കേൾക്കുമ്പം മാത്സിനകത്ത് വരുന്ന ടോപ്പിക് അല്ലേ എന്ന് ചിന്തിക്കും. അല്ലാതെ നമുക്ക് റീസണിങ്ങിനകത്താണ് ഈ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ദിശ അക്കാഡമി ദിശ ആപ്പ് വഴിയായിട്ട് നമ്മുടെ MTSൻ്റെ ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് ജോയിൻ ചെയ്യുക. ദിശ ആപ്പ് വഴിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റാത്തവർക്ക് റെക്കോർഡായിട്ടുള്ള ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഡിവിഷനും ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. ആ ചെയ്യുന്നതിനൊരു ഓർഡറുണ്ട്. നമ്മൾ ആ സോൾവ് ചെയ്യുന്നതിനൊരു ഓർഡറുണ്ട്. അപ്പോൾ ആ ഓർഡർ ഓർത്തിരിക്കാനുള്ള കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ഓർഡർ നമ്മൾ ബോർഡ് മാസ് എന്ന് പറയും. ഓക്കെ, ബോർഡ് മാസ് എന്ന് പറയും. അതിൽ ഈ ഓരോ ലെറ്ററും ഓരോ ഓപ്പറേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. B എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, O എന്ന് പറഞ്ഞാൽ ഓഫ്. ഇപ്പം ചിലയിടത്ത് O എന്നുള്ളത് നമുക്ക് ഓർഡർ എന്നും പറയാറുണ്ട്. ഓർഡറും വരുന്നുണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാൽ പവർ, റൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓർഡർ എന്നുള്ള ആ ഒരു ടീമിനകത്ത് വരുന്നത്. ബ്രാക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓർഡർ എന്ന് പറഞ്ഞാൽ പവർ, റൂട്ട് കാര്യങ്ങളാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഓഫ് എന്ന് എടുത്ത് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ 3 of 2 × 3 ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഓഫ് വരുന്ന മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ക്ലിയറായി? 3 of 2 എന്നുള്ള ആ ഓഫ് വരുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ ഓഫ് എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർഡർ എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓർഡർ എന്നുള്ള ടൈമും ഓർത്തിരിക്കുക. നമുക്ക് ഓഫ് ആയാലും ഓർഡർ ആയാലും റീസണിങ്ങിൻ്റെ ക്വസ്റ്റിനകത്ത് വരാറില്ല. ഓക്കെ, റീസണിങ്ങിൻ്റെ ക്വസ്റ്റിനകത്ത് ഇത് രണ്ടായാലും റീസണിങ്ങിൽ ഇവരുടെ ആവശ്യമില്ല. മാത്സിനകത്ത് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ റീസണിങ് അങ്ങനെ വരാറില്ല. ഓഫ് ഓർഡറും അത് സോൾവ് ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണില്ല. ബ്രാക്കറ്റ് വരും. ബ്രാക്കറ്റ്, ദെൻ ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ അഡീഷനും സബ്ട്രാക്ഷനും ഇതേ ഓർഡറിൽ തന്നെ ചെയ്യും. ആദ്യം അഡീഷൻ ചെയ്തിട്ടേ സബ്ട്രാക്ഷൻ ചെയ്യാവൂ എന്നില്ല. അത് അഡീഷൻ സബ്ട്രാക്ഷൻ നമ്മൾ ആദ്യം സബ്ട്രാക്ഷൻ ചെയ്തിട്ട് അഡീഷൻ ചെയ്താലും ആൻസറിനകത്ത് മാറ്റമൊന്നും വരുത്തില്ല. പക്ഷേ ഓർക്കേണ്ട കാര്യം, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞിട്ടേ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനകത്ത് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഓർഡറിലാണ് നമ്മളത് സോൾവ് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ പോവാം. MTSൻ്റെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇവിടെ എന്താണ് സംഭവം, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിനകത്ത് പക്ഷേ എന്താണ്, ആൽഫബറ്റാണ്. ഈ ഓരോ ആൽഫബറ്റിന് പകരം എന്ത് ചെയ്താൽ മതി, ഓരോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ പറഞ്ഞേക്കുന്നത്. G മീൻസ് മൈനസ്, അതായത് G ഉള്ളിടത്തെല്ലാം എന്താണ് മൈനസ് കൊടുക്കുക. D മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, A മീൻസ് ഡിവൈഡ് ആൻഡ് B മീൻസ് പ്ലസ്. ഇത് അതുപോലെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് തെറ്റാതെ കറക്റ്റായിട്ട് കൊടുക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് 19, ഡിക്ക് പകരം എന്താണ് മൾട്ടിപ്ലിക്കേഷനാണ് 6, പ്ലസ് 34, A എന്ന് പറഞ്ഞ ഡിവിഷനാണ്, G എന്ന് പറഞ്ഞാൽ മൈനസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. കറക്റ്റായിട്ട് തെറ്റാതെ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അടുത്ത ചെയ്യേണ്ട എന്താണ്, ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഓർഡർ നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഇതിൽ ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ ഓർഡർ അനുസരിച്ച് ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം 19 × 6 പ്ലസ് 17 മൈനസ് 27 ഇങ്ങനെ ആവുമല്ലോ. ദെൻ വീണ്ടും നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൽ മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം വരുന്നത്. അപ്പോൾ 19 × 6 114 എന്ന് വരും. 114 പ്ലസ് 17 മൈനസ് 27. അപ്പോൾ ഇനി പ്ലസും മൈനസും ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പ്ലസും മൈനസും അതിലേത് ആദ്യം ചെയ്താലും ആൻസറിനകത്ത് മാറ്റം വരത്തില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ആദ്യം ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം, അങ്ങനെ ചെയ്യാം. ഇവർ രണ്ടുപേരെ സബ്ട്രാക്ട് ചെയ്തിട്ട് 114ൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ ആയാലും ആൻസറിനകത്ത് മാറ്റം വരത്തില്ല. 131 മൈനസ് 27 എന്ന് വരും. അപ്പോൾ എന്താണ് ഫൈനൽ ആൻസർ? 104 104 എന്നുള്ളതാണ് ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷനാണ് ഫൈനൽ ആൻസറായിട്ട് വരും. ഓക്കെ, കാര്യം ക്ലിയർ ആയോ? അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവർ എന്താണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയുന്നത് അതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓർഡറിൽ കാര്യങ്ങൾ സോൾവ് ചെയ്ത് എടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓരോ ആൽഫബറ്റും ഓരോ ഓപ്പറേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. A എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്, B എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ എഴുതണമെന്നില്ല, ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതുന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതി നോക്കിയിട്ടേ കൊടുക്കാവുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 87, ആ Aക്ക് പകരം എന്താണെന്ന് നോക്കുക, ഡിവൈഡ്. അപ്പോൾ ഡിവൈഡ് 29,
ബി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 14 മൈനസ് 24, സി എന്ന് പറഞ്ഞാൽ പ്ലസ്, അപ്പോൾ പ്ലസ് 14 പ്ലസ് 6 ഇൻറ്റു 5 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ ബ്രാക്കറ്റാണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനകത്ത് ഡിവിഷനാണ്. ഒരു 87/29 എന്താണ് 3, 29 ഇൻറ്റു 3 ആണ് 87 എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇൻറ്റു 14 മൈനസ് 24 പ്ലസ് 14 പ്ലസ് 6 ഇൻറ്റു 5. ഇത് നമ്മൾ നോക്കുമ്പം അടുത്ത ഏതാണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 2 പേരുണ്ട്. ആ 2 മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്തു പോകാം. ക്ലിയർ? ആ 2 മൾട്ടിപ്ലിക്കേഷൻ ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 42 മൈനസ് 24 പ്ലസ് 14 പ്ലസ് 13 എന്ന് വരും. ഇനി നോക്കാം, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യാനുള്ളവരെല്ലാം ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട്, അതാണ് കുറച്ച് തെറ്റാതെ കറക്റ്റായിട്ട് ചെയ്യാൻ എളുപ്പം. അതാണ് 42 14 30. ഇത് 3 ആഡ് ചെയ്യുക. ഇത് 3 ആഡ് ചെയ്യുമ്പോൾ 86 വരും. 86 മൈനസ് 24. അപ്പോൾ എന്താണ് വരുന്നത്? 86 മൈനസ് 24 62 ആണ് ഫൈനൽ ആൻസർ വരും. ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. വളരെ എളുപ്പം ആൻസർ കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് കൊടുക്കുക. 37 ബി മീൻസ് പ്ലസ്, ഓക്കെ 16, എ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇൻറ്റു 3, ജി മീൻസ് മൈനസ് ആണ് മൈനസ് 88, എഫ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആണ്, വീണ്ടും ഡിവൈഡ് ബൈ 8. ഓക്കെ, ഇത് ആദ്യം ഡിവിഷൻ. അപ്പോൾ 88/8 എന്താണ് 11 ആണ്. ഓക്കെ 37 നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷനോടെ ചെയ്തു പോയെന്ന് കരുതി ആൻസറിനകത്ത് മാറ്റമൊന്നും വരില്ല. അതെപ്പോഴാണ് നമുക്കിപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷനെ ഡിവിഷനെ ഒരു പ്ലസ്സോ മൈനസോ കൊണ്ട് ഡിഫറൻഷിയേറ്റ്, അതായത് വേറെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അവർക്കിടയിൽ ഒരു പ്ലസ്സോ മൈനസോ ഉണ്ട്, അങ്ങനെ അവർ വേറെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചെയ്തു പോയെന്ന് കരുതി ആൻസറിനകത്ത് മാറ്റമൊന്നും വരത്തില്ല. പക്ഷേ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ അടുത്ത് കിടക്കുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അവരെ ഒന്ന് മൈനസ് വെച്ചോ പ്ലസ് വെച്ചോ ഒക്കെ സെപ്പറേറ്റ് ആണെങ്കിൽ അത് ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്തു പോയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെയാണ് 48 മൈനസ് 11 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പം എന്താണ് ഫൈനൽ ആൻസർ വരുന്നത്? 37 പ്ലസ് 48 85. ഓക്കെ 85 മൈനസ് 11 74 എന്ന് വരും. ഓപ്ഷൻ 4 ആണ് ഫൈനൽ ആൻസർ. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. വാല്യൂസ് ആ ഒരു ആൽഫബറ്റുകൾക്ക് പകരം ഓപ്പറേഷൻസ് കൊടുക്കുക, അത് ഓർഡറിൽ ചെയ്യുക. ഓക്കെ, ഇത് അടുത്ത വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസിനകത്ത് തന്നെ വരുന്ന വേറെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മാത്തമാറ്റിക്കൽ സൈനുകളെ ഇൻ്റർചേഞ്ച് ചെയ്യാനാണ്. ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. പ്ലസ്സും ഇൻറ്റു, ഓക്കെ, ആൻഡ് മൈനസ് ഡിവൈഡ്. അപ്പോൾ ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലസ് ഉള്ളിടത്തെല്ലാം, ഓക്കെ, പ്ലസ്സും ഇൻറ്റുവും തമ്മിലാണ് ഇൻ്റർചേഞ്ച്. അതായത് പ്ലസ് എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഇൻറ്റു ആകും, ഇൻറ്റു എവിടെ ഉണ്ടോ അതെല്ലാം എന്താവും? പ്ലസ് ആവും. ഇങ്ങനെ ചേഞ്ച് ചെയ്യാനാണ്. അത് മാത്രം പോരാ, മൈനസിനെയും ഡിവൈഡിനെയും എന്ത് ചെയ്യണം? ഇതേപോലെ ചെയ്യണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ എന്ത് ചെയ്യുക? നമ്പർ ഒന്നും മാറ്റരുത്, നമ്പറല്ല അതുപോലെ എഴുതുക. 14 ദെൻ പ്ലസിന് പകരം ഇൻറ്റു 5, ഡിവൈഡിന് പകരം എന്താണ്? മൈനസ്, ദെൻ മൈനസിന് പകരം വീണ്ടും ഡിവൈഡ് 1, ഇൻറ്റുവിന് പകരം പ്ലസ്. ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഓർഡറിലാണ് ഇവരെ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, എഴുതുന്ന മാത്രമേ ഉള്ളൂ. നമ്മളിത് അവർ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന പോലെ ചെയ്യേണ്ടത്. ദെൻ സോൾവ് ചെയ്യേണ്ട ഓർഡർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം ഡിവിഷൻ. ഓക്കെ, ആദ്യം ഡിവിഷൻ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു പോയെന്ന് കരുതി കുഴപ്പമില്ല. 70 മൈനസ് 2 പ്ലസ് 3 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 73 മൈനസ് 2 എന്ത് വരും? 71 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. 71 ആണ് ഫൈനൽ ആൻസർ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഇവിടെ 70 മൈനസ് 2 68 പ്ലസ് 3 അങ്ങനെ എടുത്താലും 71 തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം MDSൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും സൈനുകൾ ഇൻ്റർചേഞ്ച് ചെയ്യാനാണ്. ആദ്യം പ്ലസും മൾട്ടിപ്ലിക്കേഷനോടാണ്, ദെൻ മൈനസും ഡിവൈഡും. ഓക്കെ, ഇവരെ ആണ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 1. ഓക്കെ, ആ ഡിവൈഡ് എന്താവും? മൈനസ് ആവും. -6 ഇൻറ്റു 8 ഇതാണ് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞാൽ ആദ്യം ഡിവിഷനാണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു പോയെന്ന് കരുതി കുഴപ്പമില്ല. 2 പ്ലസ് 4 മൈനസ് 48, 6 മൈനസ് 48. നിങ്ങൾക്കറിയാം ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ തന്നെ കുറയ്ക്കും. നോർമലി നമുക്ക് അങ്ങനെയല്ല കുറയ്ക്കാൻ പറ്റൂ. അങ്ങനെ കുറയ്ക്കുവാണെങ്കിൽ 42 വരും. നമ്മൾ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? -42 ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആയോ? ഇവിടെ നെഗറ്റീവ് വരുന്ന രീതിയിലുള്ള ഒരു ആൻസർ ആണെന്നേ ഉള്ളൂ.
ചെയ്യുന്ന രീതിയൊക്കെ സെയിം ആണ്. -42 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ പ്ലസും മൈനസും പ്ലസും മൈനസോട് ഇൻ്റർചേഞ്ച് ചെയ്യണം. അതിനോടൊപ്പം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എന്ത് ചെയ്യണം? ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ 2 ഇൻ്റർചേഞ്ചുകളാണ് ചെയ്യാനുള്ളത്, പ്ലസും മൈനസും ദെൻ ഇൻറ്റു ആൻഡ് ഡിവൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം 39, നമ്പർ ഒന്നും മാറ്റരുത്. 39 ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആണ്, പ്ലസിന് പകരം മൈനസ് ആണ്, മൈനസിന് പകരം പ്ലസ് ആണ്, അവിടെ എന്ത് വരും? ഡിവൈഡ് വരും. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത്. ദെൻ എന്ത് ചെയ്യുക? ആദ്യം ഡിവിഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ എന്ത് വരും? 45 4 195 വരും. 195 - 8 + 99/9 11 ആണല്ലോ. അപ്പോൾ 206 - 8 എത്ര വരും? 198 ആണ് ഫൈനൽ ആൻസർ വരും. 198 ഓപ്ഷൻ 3 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. അപ്പം അവർ പറഞ്ഞ പോലെ ആൾക്കാരെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ ഒരു ഓർഡർ അനുസരിച്ച് വേണം എപ്പോഴും സോൾവ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആൻസർ മാറിപ്പോവും. അപ്പോൾ 198 എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം അറിഞ്ഞിരിക്കുക. ഇപ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യനകത്ത് ചിലപ്പം ഇങ്ങനെ ഒരു രീതിയിൽ വന്നാൽ 40 ഡിവൈഡഡ് ബൈ 13 × 65. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ, ഇപ്പോൾ നിങ്ങൾ നമ്മുടെ റൂൾ അനുസരിച്ചാണെങ്കിൽ എന്താണ്? ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇത് എക്സാക്ട്ലി ഡിവിസിബിൾ അല്ല. ഇപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടും, അല്ലെങ്കിൽ ഒരു ഡെസിമൽ ആൻസർ കിട്ടും. അതിനെ വീണ്ടും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? 40 ബൈ 13 × 65 എന്ന് എഴുതി നോക്കിയാൽ, ഇങ്ങനെ നമ്മൾ എഴുതി നോക്കിയാൽ, ആ ഡിവിഷൻ എന്നുള്ളത് ഇങ്ങനെ ബൈ ഇട്ട് എഴുതി നോക്കിയാൽ അവിടെ ഒരു കാര്യം മനസ്സിലാവും. ഈ 65ഉം 13ഉം ക്യാൻസൽ ചെയ്തൂടെ? 13ൻ്റെ ടേബിളിൽ വരുന്ന ആളല്ലേ 65. 13 × 5 ആണ്. അങ്ങനെയാണ് 4 × 5 20. 200 എന്നുള്ളത് എന്ത് ചെയ്യാം? ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിൽ വെക്കുക. നമുക്ക് ഡിവിഷൻ ഉണ്ടെങ്കിൽ ആ ഡിവിഷനെ ബൈ ഇട്ട് എഴുതാം. അങ്ങനെ എഴുതുന്നതിൻ്റെ പ്രയോജനം, ആ ഡിവിഷൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ അതിൻ്റെ അടുത്തായിട്ടൊരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻസൽ ചെയ്യാനുള്ളൊരു നമ്പറാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ആ ഒരു കാര്യം കൂടെ ഓർത്ത് ചെയ്യാം. ഇപ്പോൾ ഡിവിസിബിൾ അല്ലാത്തൊരു കേസ് വന്നാൽ, ഇവിടെ നമുക്ക് ഡിവിസിബിൾ, നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം ഡിവിസിബിൾ ആയിരുന്നു. ഇപ്പോൾ ഡിവിസിബിൾ അല്ലാത്തൊരു നമ്പർ വന്നാൽ ഈ ഒരു കാര്യമാണ് നിങ്ങൾ നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇവിടെ പ്ലസും മൈനസും പ്ലസും മൈനസും ഇൻറ്റു ആൻഡ് ഡിവൈഡ്. 92 - 18 × 2 + 125/25. ആദ്യം ഡിവിഷനാണ്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പം 92 36 + 125/25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. 5ൻ്റെ ക്യൂബ് ആണ് 125 എന്നറിയാം. 5ൻ്റെ സ്ക്വയർ × 5 അല്ലേ? അപ്പം 92 97 - 36. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഫൈനലി വരുന്നത്. അപ്പം 97 - 36 എന്ന് പറയുമ്പോൾ 61 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. 61 ഓപ്ഷൻ 3 ആണ് ഫൈനൽ ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ ചെയ്യുന്ന രീതി മനസ്സിലായി കാണും, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ആദ്യം അവരെന്താണോ ക്വസ്റ്റ്യനിൽ പറയുന്നത് അതുപോലെ ഇട്ട് കൊടുക്കുക. ദെൻ നമ്മുടെ ആ ഒരു റൂൾ അനുസരിച്ച് വേണം സോൾവ് ചെയ്യാൻ. റൂൾ അനുസരിച്ചല്ല ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആൻസർ മാറും. അപ്പം നെഗറ്റീവ് ആകും. അതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കി ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇത് തന്നെ നമുക്കിപ്പം അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വരാം, നമ്പറും സൈനും രണ്ടോട് ഒരുമിച്ച് ഇൻ്റർചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വരാം. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.